3 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും കൂടെ സമമായിട്ട് എടുത്ത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് കുതിർത്തിടുക. 6 മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു ജാറിനകത്ത് എടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇതിനകത്ത് ഒരു പിടി ചോറും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഇനി ഒരു 7-8 മണിക്കൂറിന് ശേഷം മാവ് ഇവിടെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ദോശയ്ക്കും ഇഡലിക്കും എല്ലാം അടിപൊളിയാണ്. നല്ല സോഫ്റ്റായിട്ട് മുരിഞ്ഞ ദോശ നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഒരു തവ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്ത് മാവ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കുക. നല്ല കണ്ണാടി പോലത്തെ ദോശ ചുടാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ദോശ ഇതുപോലെ മുരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് എണ്ണയും കൂടെ മുകളിലോട്ട് തൂക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല കണ്ണാടി പോലത്തെ ഉള്ള സോഫ്റ്റ് ദോശ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.